ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ട് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന പിസ്തയുടെ ഷെല്ലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണിത്. വളരെ സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു വർക്കാണിത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് പേര് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ കുറച്ച് പിസ്തയുടെ ഷെല്ല് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ റെഡ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ബോട്ടിലിന് 20 റുപ്പീസാണ് പെയിൻറ്റിന് റേറ്റ്. ഒന്ന് രണ്ട് പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ ഞാനൊരു സോറി പറയാണ്, കാരണം ഷൂട്ട് ചെയ്ത സമയത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ സൂം ചെയ്തിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനപ്പോൾ കറക്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിസ്തയുടെ ഷെല്ല് ഡ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മേലെ വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡോട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി. നിങ്ങളെ കയ്യിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഡോട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗ്രീൻ കളർ ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡോട്ട് ഇട്ട് വെച്ചില്ലേ, ആ പിസ്തയുടെ ഷെല്ലിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ ആ സ്ട്രോബെറിയുടെ ആ ഒരു ഞെട്ടുണ്ടാവുമല്ലോ, ആ ഒരു തണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ഒന്ന് ആ പെയിൻറ്റിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഷെൽസൊക്കെ ഇതേപോലെ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രീനൊക്കെ ഇട്ട് ലൈൻസൊക്കെ കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഞാനൊരു ബോട്ടിൽ, ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട് ആ ബോട്ടിൽ. ഞാൻ അതൊക്കെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്തതാണ്. 2 കോട്ട് പെയിൻറ്റ് അടിച്ച് ബോട്ടിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ ഈ പിസ്തയുടെ ഷെല്ലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ലെന്ന്. ഞാനിവിടെ താഴെ ഭാഗമൊക്കെ ഞാൻ 3 പിസ്തയുടെ ഷെല്ല് ഒട്ടിച്ചിട്ടുണ്ട്. മേലെയൊക്കെ ഞാൻ 2 വീതമാണ് ഒട്ടിച്ചത്. നിങ്ങളെ കയ്യിൽ എത്ര ഷെല്ലാണോ ഉള്ളത് അത്രയും നോക്കി നിങ്ങൾ ഒട്ടിച്ചെടുത്താൽ മതി, നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച്. ഞാൻ ഇതിന് കുറച്ച് ലീഫൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ബോട്ടിൽ ട്രൈ ചെയ്ത് തന്നെ ANG ക്രിയേഷൻസ് ഇല്ലേ, ബോട്ടിൽ നല്ല ബോട്ടിൽ ആർട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചാനൽ. അവരുടെ ആ ഒരു വീഡിയോയിൽ ഞാൻ ഏകദേശം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കണ്ടതാണ്. ഇതിന് കുറച്ച് ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അവർ 1 സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൽ നല്ല രസമായിട്ടാണ് അതിൽ ലീഫൊക്കെ വരച്ചിരിക്കുന്നത്. നല്ല പ്രത്യേകതരം ബ്രഷുകളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ, നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളതൊക്കെ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ബ്രഷൊന്നുമില്ല, ഞാൻ സാധാരണ ബ്രഷ് തന്നെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, അതല്ലെങ്കിൽ ട്രേസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്താലും മതി ലീഫിൻ്റെ ആ ഒരു ഡിസൈനിൽ. അങ്ങനെയൊന്നും അല്ലെങ്കിലും നിങ്ങൾ ഈ ശില്പക്കാറില്ലേ, ക്ലേ, അത് വാങ്ങി കുഴച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ ലീഫും ഒക്കെ ഉണ്ടാക്കിയെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. കാരണം പിസ്തയുടെ ഷെല്ല് ഇങ്ങനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണല്ലോ, അപ്പോൾ ആ ഒരു ലീഫും കൂടെ പ്രൊജക്റ്റ് ചെയ്തെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിൽ ഈ ശില്പക്കാരൊന്നുമില്ല. ഇപ്പോൾ നമ്മൾക്ക് വെളിയിൽ പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനും പറ്റില്ലല്ലോ. ഇങ്ങനെ ഈ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ നമ്മൾക്ക് കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഒരു ലീഫ്, ഞാൻ സ്ട്രോബെറിയുടെ ഒരു ലീഫ് ഏകദേശം ആ ഒരു മോഡലിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ കുറച്ചും കൂടി ഒന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കുഴപ്പമില്ല, കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നല്ല രസമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ വരച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇതിന് 2 ലീഫ് ഞാൻ വരച്ചിട്ടുള്ളത്. മേലെ ഞാൻ 1-2 എണ്ണത്തിനൊക്കെ ഒന്നുമാണ് വരച്ചത്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സിഗ്സാഗ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അതിലിങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഒന്ന് ഈസി ആയിരിക്കും. അപ്പോൾ ലീഫ് വരച്ചിട്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു 3 പിസ്തയുടെ ഷെല്ല് ഒട്ടിച്ചില്ലേ, അതിൻ്റെ നടുക്കുള്ള ഭാഗം കൂടെ നമ്മൾ ഗ്രീൻ ഒട്ടിക്കണം, അല്ല ഗ്രീൻ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ വൈറ്റ് കാണുമ്പോൾ കുറച്ചൊന്നൊരു ഭംഗി ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ചിലതിലൊക്കെ ഇതുപോലെ 3 ലീഫും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബോട്ടിലിൻ്റെ അടുത്ത് കാണുന്ന ആ ഒരു ബോട്ടിൽ ഞാൻ ഇതേപോലെ ചെയ്തത് തന്നെയാണ്, പിസ്തയുടെ ഷെല്ലൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. കാരണം ഞാൻ ഒരുമിച്ച് 2ഉം കൂടെ ഒരു വീഡിയോ ആക്കി ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടുമ്പം അതാ ഞാൻ പിന്നെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ
വീഡിയോൻ്റെ പെയിൻറ്റിങ് കാണിക്കുന്നതൊക്കെ കുറയ്ക്കുന്നതും. അതുപോലെ 2 ബോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമല്ലേ. പിസ്തയുടെ ഷെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അത് എല്ലാവരും ഒരുപാട് പേര് അഭിപ്രായമൊക്കെ പറഞ്ഞു അതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കണം. അതുപോലെ മത്തൻ്റെ കുരു യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് അതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരണം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഇവിടെ 3 ലീഫൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു വൈറ്റിൽ ഇങ്ങനെ റെഡും വൈറ്റും ഗ്രീനൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഞാൻ ആ ബോട്ടിലിൻ്റെ മേലെ നമ്മൾ സാധാരണ ബോട്ടിലിന് ജൂട്ടൊക്കെയാണല്ലോ ചുറ്റാറ്. അപ്പോൾ ഞാൻ ഇതിന് ഒരു ബോർഡർ പോലെ ഫുള്ളായിട്ട് റെഡ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ പെയിൻറ്റ് ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ആ സ്ട്രോബെറിയുടെ മേലെ പിസ്തയുടെ ഷെല്ലിൻ്റെ മേലെ ചെയ്തില്ലേ, അതുപോലെ തന്നെ വൈറ്റ് ഡോട്ട് ഇട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ. അത് നമ്മൾ ആ ഒരു റിബണൊക്കെ ചുറ്റുന്ന പോലെയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി ഇതിന് കുറച്ചൊരു ഫ്ലവറും കൂടെ ചെയ്തെടുത്താലോ എന്ന്. ഏതായാലും നമ്മൾ ലീഫും ഒരു ഫ്രൂട്ടൊക്കെ ചെയ്തില്ലേ, അപ്പോൾ ഇനി ഫ്ലവറും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ 1 സ്ട്രോക്ക് പെയിൻറ്റിങ് പോലെ ഒന്ന് ചെയ്തെടുത്താണ്. സ്ട്രോബെറിയുടെ ഫ്ലവർ അങ്ങനെയാണ്, വൈറ്റ് ഫ്ലവറിൽ ഇങ്ങനെ നടുക്ക് ചെറുതായിട്ട് ഇങ്ങനെ യെല്ലോ കളറുള്ള അതേപോലെ ഒന്ന് ചെയ്യാണ്. ഞാൻ ഈ ബോട്ടിൽ ചെയ്യാൻ വിചാരിച്ച സമയത്ത് ഇങ്ങനെ ഫ്ലവറൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. ആ ലീഫും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്കത് കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് അവിടെ ഒരു ഫ്ലവറും കൂടെ ഒന്ന് ചെയ്യണമെന്ന് തോന്നി. ഈ പൂ വരയ്ക്കാനും ഭയങ്കര സിമ്പിളാണ്. കാരണം ജസ്റ്റ് ആ ഒരു പെയിൻറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുത്താൽ മതി. ഇങ്ങനെയുള്ള ആ ഒരു 1 സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിലായിട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിങ്ങും ഒരു വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും അറിയാത്തവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണത്. അപ്പോൾ ഞാൻ ഏകദേശം ഫ്ലവേഴ്സൊക്കെ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ഞാൻ യെല്ലോ കളറ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്ട്രോബെറിയുടെ ഫ്ലവറിന് അങ്ങനെയാണ്, വൈറ്റ് പെറ്റലായിട്ട് നടുക്ക് ഇങ്ങനെ ആ ഒരു യെല്ലോ കളർ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ഫ്ലവർ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. സ്ട്രോബെറിയുടെ ആ ഒരു ഫ്ലവറും അതുപോലെ ലീഫും സ്ട്രോബെറിയൊക്കെ ചേർന്നിട്ട് നല്ല ഭംഗിയുണ്ട്. മേലെ ആ ഒരു റെഡിൽ വൈറ്റ് ബോർഡർ കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ചെറുതായിട്ട് ആ ഒരു റെഡ് കൊടുത്തിട്ട് വൈറ്റ് ഡോട്ടും കൂടെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനി നമ്മളെ വ്യൂവേഴ്സ് കാത്തിരിക്കുന്ന അവർ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് കാണിക്കാൻ പോവുകയാണ്. ഇത് കോഫി പെയിൻറ്റിങ്ങിൻ്റെത് അയച്ചു തന്നിട്ടുള്ളതാണ്. ട്രൈ ചെയ്തിട്ട് ഷിഹാബ് വളച്ചട്ടിയാണ് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത പോലെയൊന്നുമല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അതുപോലെ ഫാബ്രിക്കിൻ്റെ കവർ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ ട്രൈ ചെയ്തിട്ടുള്ളത് കൊല്ലത്തുള്ള ഫാത്തിമ ഷംനാദാണ്. ഫാത്തിമ ഷംനാദ് തന്നെ ഡേറ്റിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റീവ് ബോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടിഷ്യൂ പേപ്പറും മുളകിൻ്റെ തണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലവറും ട്രൈ ചെയ്തിട്ടുണ്ട്. 3 പിക്ചേഴ്സും ഫാത്തിമ ഷംനാദ് അയച്ചു തന്നതാണ്. മത്തൻ്റെ സീഡ് യൂസ് ചെയ്തിട്ടുള്ള ഈ ബോട്ടിൽ ആർട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നത് മുഹമ്മദ് ജുറാജിയാണ്. നല്ല ഭംഗിയുണ്ട് യെല്ലോ റെഡ് ആ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ. നമ്മൾ പിസ്തയുടെ ഷെല്ലും അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ സീഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡെക്കറേറ്റീവ് ബോൾ അയച്ചു തന്നിട്ടുള്ള മങ്കടുള്ള ലെസ്സിനാണ്. നല്ല ഭംഗിയുണ്ട് അതും കാണാൻ. അതുപോലെ ആനി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഫാബ്രിക്കിൻ്റെ കവർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവർ ഇല്ലേ, പല കളറായിട്ടാണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ എവിടേക്കാണ് അയക്കേണ്ടതെന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ പ്രൊഫൈലിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ അതുപോലെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. അപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. താങ്ക്